ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. മൂന്നാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ യാത്രയാണിത്. തുടർച്ചയായ 5ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി നാളെ നടക്കുന്ന ഔട്ട് റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈറ്റിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 20-ലേറെ മലയാളികളാണെന്ന് റിപ്പോർട്ട്. ഇതിൽ 15 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 40-ലേറെ പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റ 50ഓളം പേരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കുവൈറ്റ് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹം കേരളത്തിലെത്തിയാലുടൻ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്കയ്ക്ക് നിർദ്ദേശം നൽകി. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അപകടത്തിൽപ്പെട്ട മലയാളികൾക്കായുള്ള സഹായ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈറ്റിലെത്തും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ കൊച്ചിയിലെത്തുന്ന സാഹചര്യത്തിൽ കേരള നിയമസഭാ സമുച്ചയത്തിൽ നാളെ നടക്കുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം വൈകിട്ട് 3 മണിയിലേക്ക് മാറ്റി. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലേക്ക് പോകുന്നതിനാലാണ് രാവിലെ 9:30 നടത്താനിരുന്ന ഉദ്ഘാടനത്തിന്റെ സമയം മാറ്റിയത്. കുവൈറ്റ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നാളെ നടത്താനിരുന്ന പരിപാടികൾ റദ്ദാക്കിയതായി KPCC അധ്യക്ഷൻ K. സുധാകരൻ MP അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരമാവധി സഹായം എത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന ആരംഭിച്ചു. 2023 മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും. പരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച സംഘം യോഗം ചേരും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും നിരോധിച്ചു. ആലപ്പുഴയിൽ 10 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് സാവകാശം നൽകാൻ സർവകലാശാലകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. പ്രവേശന പ്രക്രിയ പൂർത്തീകരിക്കുന്നതുവരെ സാവകാശം നൽകണമെന്നാണ് സർവകലാശാലകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. സൂര്യനെല്ലി കേസിലെ അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയ മുൻ DGP സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സിബി മാത്യൂസ് എഴുതിയ പുസ്തകത്തിലാണ് അതിജീവിതയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരുടെ മാതാപിതാക്കളുടെയും സ്കൂളിന്റെയും വിവരങ്ങൾ നൽകിയതായും ഇത് നിയമലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് നെതർലൻഡ്സ് മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ നെതർലൻഡ്സ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒമാനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 204 പോയിന്റ് നേട്ടത്തിൽ 76,811ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 76 പോയിന്റ് നേട്ടത്തിൽ 23,399ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,615 രൂപയും പവന് 52,920 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന സർക്കാരിന്റെ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി അനർട്ട് 14 ടാറ്റ നെക്സോൺ EV മാക്സ് കാറുകൾ നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് കാറുകൾ കൈമാറുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഈ കാറുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസ് ആവശ്യത്തിനായാണ് 5 വർഷത്തെ ലീസ് വ്യവസ്ഥയിൽ ഇലക്ട്രിക് കാറുകൾ നൽകുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ദി ആർട്ടിക് അംഗത്വം ലഭിച്ചതായി മന്ത്രി ആർ ബിന്ദു. ധ്രുവ മേഖലകളിൽ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും രാജ്യാന്തര കൂട്ടായ്മയാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.